ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. അതിനല്ല നീ ഇവിടെ വന്നിരിക്കണത്. നീ ഇത് ഇനിയിപ്പം പാർട്ടിക്കാരോട് പറഞ്ഞിട്ട് ആ പഞ്ചായത്തെ പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് നിന്നത് കൊണ്ടുവരാൻ പറ്റുമോ? അവർക്കാർക്കും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. കോടതിയിൽ പോയാൽ പോലെ ഇപ്പോൾ ഒരു 10 കൊല്ലത്തെ 12 ഒരു 25 കൊല്ലത്തെ കോടതി വിധികളെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് മുന്നോട്ട് പോകത്തില്ല. കോടതി ഇപ്പം തിരിയാൻ തുടങ്ങി, സ്ത്രീകൾക്കെതിരെ തിരിയാൻ തുടങ്ങി കോടതി. ഇപ്പം ഇതിന് പോസ്കോടെ പോലും കേസ് എന്താ വന്നിരിക്കണത്? നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പോസ്കോയാണെന്ന് പറഞ്ഞാൽ പിടിച്ച് അറസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പറഞ്ഞിട്ട് തെളിവ് കൊണ്ടുവരാൻ പെണ്ണുങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ആരാണ് ആർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ തെളിവ് കൂടെ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കോടതി മറിഞ്ഞു വരികയാണ്, തിരിഞ്ഞു വരികയാണ്. അപ്പം അതുകൊണ്ട് ഈ കോടതിയല്ല പ്രശ്നം, ദൈവത്തിൻ്റെ കോടതിയാണ് പ്രോബ്ലം. ദൈവത്തിൻ്റെ കോടതിയിൽ വരുമ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ കുറേ മാർഗങ്ങളാണ് വരണത്. എന്താണ്? നിങ്ങൾ ആവശ്യമില്ലാത്ത വൈരാഗ്യം സൂക്ഷിക്കാതെ ഈ മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ മനുഷ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്ത്രീകളെയും അതുപോലെ വേട്ടയാടുന്ന എന്തുമാത്രം പുരുഷന്മാരുണ്ട്. അപ്പോൾ തൻ്റെ ജീവിത പങ്കാളികളെ വിട്ടിട്ട് വേറെ ഒരു ചുറ്റിക്കളി തുടങ്ങിയാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവർക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി ചെയ്യാൻ തന്നെയല്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് മനസ്സിലാവും ജീവിക്കാൻ തന്നെ അർഹതയില്ലെന്ന്. പിന്നെ ഞാൻ വേറെ എടുത്തിട്ടല്ലേ ഞാൻ ജീവിക്കണത്, എൻ്റെ കച്ചവടം ജീവിക്കണം. നിങ്ങളെ ഒരു 70 വയസ്സാകുമ്പോഴോ 60 വയസ്സാകുമ്പോഴോ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കൂ, നിങ്ങൾ ജീവിക്കല്ലായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ദൈവത്തിൻ്റെ പേരിൽ കുടുംബത്തെയും ഒക്കെ വിട്ടിട്ടും കുഞ്ഞുങ്ങളെയും വിട്ടിട്ട് നിങ്ങളൊരു ഒറ്റക്കൊരു ജീവിതം ജീവിച്ചു നോക്കിയേ, നിങ്ങൾ ജയിച്ചാണെന്ന് തോന്നണതാണ്. ബൈബിൾ എന്താ പറയണത്? അവർ കുടിക്കുന്ന പോലെ തോന്നി, അവർ സ്വപ്നം കാണുന്നു, കുടിക്കുന്നൊന്ന് സ്വപ്നം കണ്ടു, അവർ സ്വപ്നം കാണുന്നു, കുടിക്കുന്നൊന്ന് സ്വപ്നം കണ്ടു അവർ. പക്ഷെ വരണ്ട തൊണ്ടയുമായി എഴുന്നേറ്റ് വന്നെന്ന്. യെശയ്യാ 29:8 സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും. അപ്പൊ ദൈവത്തിന്റെ മറുത്ത് ജീവിക്കുന്നവരെ കുറിച്ചായി പറയണത്. സിയോനെതിരെ യുദ്ധം ചെയ്യുന്നവരെ, ദൈവത്തോട് മറുത്ത് ജീവിക്കുന്നവരെ, ദൈവവചനത്തിന് മറുത്ത് ജീവിക്കുന്നവരുണ്ട്. ആ മറുത്ത് ജീവിക്കുന്നവർ എന്താണ്? തങ്ങൾ ജയിച്ചു, തങ്ങളെ ബിസിനസ്സിൽ നേടി. ചില വലിയ ബിസിനസ്സുകാർ സാത്താസഭയിൽ പോയിട്ടില്ലേ? യവന്മാരൊക്കെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. കേരളത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, എനിക്കറിയാം ആൾക്കാരെ. അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ സാത്താനെ പിടിച്ച് ജയിക്കുന്നതായിട്ട് അവർ സ്വപ്നം കാണും. ഭക്ഷിക്കുന്ന പോലെ സ്വപ്നം കാണുന്നു, എന്തോ അഭിവൃദ്ധി ഉണ്ടാക്കിയ പോലെ സ്വപ്നം കാണുന്നു, എന്തോ കുടിക്കുന്ന പോലെ സ്വപ്നം കാണുന്നു. പക്ഷേ എഴുന്നേറ്റ് വരുമ്പോൾ എന്ത് പറ്റും? വരണ്ട തുണ്ടയുമായി എഴുന്നേൽക്കുന്നത്. അതൊക്കെ സ്വപ്നമാണ് ശരിക്കും. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അത് വിജയകരമാണെന്ന് ആർക്കും തോന്നിയാൽ യു ആർ ഇൻ ഡ്രീം, നിങ്ങളത് സ്വപ്നം കാണുന്നവരാണ്. മറിച്ച് ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ നേരിട്ടങ്ങോട്ട് ഉടമ്പടിയിലേക്ക് മാറുകയാണ്. ഇതെന്താണ്? ഇപ്പം ജോസഫ് ഗ്രിഗറിയുടെ പ്രശ്നം എന്താ? അയാളുടെ മകന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അവന് അതിൻ്റെ പരിപാടി വെച്ചാൽ അവന് ക്ലാസ്സിൽ പോകും, 1 മണിക്കൂറിൽ അവിടെ അടിച്ചു തകർക്കും അവനെ ക്ലാസ്. അപ്പം തന്നെ സ്പെഷ്യൽ വണ്ടി പിടിച്ച് അവനെ സ്കൂളുകാർ വീട്ടിലോട്ട് അയക്കും. എന്നൊക്കെ ഇത്രയും പൊന്നുപോലെ പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ ഒരു മകൻ്റെ അവസ്ഥയാണിത്. അവൻ ക്ലാസ്സിൽ പോകും, അവിടെ എല്ലാം അടിച്ചു തകർക്കും. 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ സ്പെഷ്യൽ ബസ്സിൽ വണ്ടി വിളിച്ച് അവർ വീട്ടിൽ കൊണ്ടുവന്നാക്കും സ്കൂളുകാർ. അപ്പോൾ ആ കാശ് നമ്മളെ കൊടുക്കണം. എന്തോ ഒരു ഭാരമാണ്. ഉടമ്പടിയിലായി കഴിഞ്ഞപ്പോഴാണ് ജോസഫ് ഗ്രേ പറഞ്ഞത്, അതാണ് വിഷയം. അമ്മേ, ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടോ എന്ന് ചോദിച്ചു. കമ്മ്യൂണിക്കേഷൻ വേണ്ട, കാര്യം കമ്മ്യൂണിക്കേഷനാണ്. അവൻ പഠിക്കാൻ പോയ കാലം മുഴുവൻ ഇത് തന്നെ ഒരു പരിപാടി. ആ ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളേ. സ്കൂളുകാർ ചോദിക്കണേ, നിങ്ങൾ ഈ ആൻ്റണി വേണ്ടി എന്തും മറിമായം അവൻ വീട്ടിൽ കാണിച്ചത്, അവൻ മിടുക്കനായ കുട്ടിയായിട്ടിരിക്കണമല്ല അന്ന് ക്ലാസ്സിൽ. അതാണ് സംഭവം. നമ്മൾ ഉടമ്പടിയിൽ സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നിയാൽ പിന്നെ ഒന്നുമില്ല, ഒരു തൈറോയിഡുമില്ല, ഒരു ക്യാൻസറുമില്ല,
ഒരു എപ്പിലിപ്സിയും ഇല്ല, ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയും ഇല്ല. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളെ ശാസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ശാസിച്ച് സംസാരിക്കുന്ന ആളാണ്, നിങ്ങൾക്കറിയാം. ആ ശാസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? നിങ്ങൾ എത്രയും വേഗം ഈ ശാസന കേട്ടിട്ട് ദൈവത്തിലേക്ക് വരണം. കേരളത്തിൽ ഒരു അച്ഛന്മാരും ശാസിക്കത്തില്ല ഇപ്പം, അല്ലേ? എല്ലാവരുടെയും പിള്ളേരെ നമ്മൾ തല്ലാത്തതുപോലെ തന്നെ അച്ഛന്മാർ, നിങ്ങളെ പണ്ടത്തെ അച്ഛന്മാർ ശാസിക്കുമായിരുന്നു, ഇപ്പം ശാസിക്കത്തില്ല. ഇപ്പം വല്ല കഥയൊക്കെ ഇക്കിളി കഥയൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച് നല്ല കഥയൊക്കെ പറഞ്ഞ് ആൾക്കാരിങ്ങനെ സ്വപ്പിട്ട് നിർത്തിയേ ഉള്ളൂ. കൃപാസത്തിൽ സ്വപ്പിടലില്ല. ആ സ്വപ്പൊക്കെ ഞാൻ പണ്ട് എറിഞ്ഞ് കളഞ്ഞതാണ്. ഇവിടെ നിങ്ങളെ കണ്ട ട്രീറ്റ് ചെയ്യും. ഒരു പഴുപ്പ് വ്രണം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ പഴുപ്പ് മൊത്തം മാറണ വരെ നഴ്സുമാർ മരുന്ന് വെക്കണ പോലെ പറിച്ച് കീഴിയെ കണ്ട് മരുന്ന് വെക്കും, കൃത്യമായിട്ട് ആ പഴുപ്പ് മാറണ വരെ. എന്താ പ്രശ്നം എന്ന് പറയുക? ഇതിൻ്റെ പെട്ടെന്ന് കരിയോ അത്. എൻ്റെ മക്കൾ ആരെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട്, തിരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബജീവിതക്കാർ ഓർക്കുക, നിങ്ങളുടെ ചോറും ദൈവാനുഗ്രഹവും നിങ്ങളെ ഏൽപ്പിച്ച ജീവിത പങ്കാളിലൂടെയാണ്. അപ്പം അതാണ് ജോസഫ് ഗിരിയുടെ ഏറ്റവും വലിയ വിജയം. ഒരു കുടുംബം ഒന്നായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കൊരു തൈറോയിഡ് വന്നു. ആ തൈറോയിഡ് വളരെ മോശമായി കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ അത് പിന്നെ ഭക്ഷണം കഴിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പറ്റാത്ത രീതിയിൽ ഈ കവിതയ്ക്ക് ആകപ്പാടെ ഒരു വിഷമത്തിലാവും. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന സമയത്ത് ഡെയിലി ബ്രെഡോ അല്ലെങ്കിൽ ഈ ദിവ്യകുർബാനയുടെ ആരാധനയിലേക്കുള്ള പ്രാർത്ഥന കേൾക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കും. തൈറോയ്ഡ് രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് പറയും. ആ സെക്കൻഡിൽ കവിതയുടെ ഒരു തൈറോയ്ഡ് രോഗം അപ്രത്യക്ഷമാകും, എത്രയോ വർഷം കൊണ്ടത്. അപ്പോൾ ഇതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ എല്ലാം അതായത് ഇതിലെ സെക്കൻഡുകൾക്കുള്ളതാണ്. ഉടനടി പരിഹാരം എന്നല്ലേ? കറക്റ്റ് ഉടമ്പടിയാണെങ്കിൽ ഉടനടി പരിഹാരമാണ്, അതിന് സംശയമില്ല കാര്യത്തിൽ. നിങ്ങളെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചിട്ട് ഇതൊരു വിഷയം ഇങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു പരസ്യവാചകമല്ലത്. അമ്മ ആദ്യം ഉടമ്പടി തന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഇത് ഉടനടി പരിഹാരമാണെന്ന്. കാര്യം എന്താണ്? സത്യസന്ധമാണ് ഉടമ്പടിയെങ്കിൽ ഉടനടിയാണ് പരിഹാരം, ഒരു സംശയമില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടിയുടെ പ്രചാരകരും പ്രയോക്താക്കളുമാകാൻ പ്രേക്ഷിതരാകാൻ എന്നെ യഥാർത്ഥ ഉടമ്പടി ജീവിതത്തിലേക്ക് ദൈവസ്നേഹത്തോടെ പുനഃക്രമീകരിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിതം അവൻ പറയുന്നത് ജീവിതം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഇനി റിൻസി ജോസഫ് എന്നും പറഞ്ഞൊരു മോൾ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച ചില സാക്ഷ്യങ്ങളാണത്. അതിൽ റിൻസി ജോസഫിന് 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ റിൻസി ജോസഫ് പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ മറ്റു 3 കുഞ്ഞുങ്ങളോടും പറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുവാവ വരുന്നുണ്ട്, കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ 3 കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകും. അപ്പോൾ കുഞ്ഞുവാവ എപ്പോഴാണ് വരണം മമ്മിയെന്ന് ചോദിക്കും. അപ്പോൾ മമ്മി ദിവസവും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്, മമ്മിയുടെയൊക്കെ വയറിനൊക്കെ തടകിയൊക്കെ ഇരിക്കുകയാണ് കുഞ്ഞുങ്ങളെ. നല്ല രസമാണ് അത്, ആ സാക്ഷ്യം കേൾക്കാൻ. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ പെട്ടെന്ന് കുഞ്ഞ് അബോർഷനായി പോകും. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഈ കുഞ്ഞുവാവയെ ഇവർക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ അമ്മ കുറച്ച് ഡെസ്പാവും. അപ്പോൾ ഇതിന് വരുന്നൊരു വിഷയം,
ഈ റിൻസി ജോസഫ് 2 പ്രാവശ്യം ഡെസ്പ് ആകുന്നുണ്ട്. ഇത് ഉടമ്പടിയിലേക്ക് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. അത് വരുമ്പോൾ എന്താ വെച്ചാൽ എങ്ങനെ ഡിസ്പായി കഴിയുമ്പോൾ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മാർക്കിംഗ് കുറവും, ഉടനെ മാർക്ക് കുറയും. കാര്യം പിന്നീട് ഇവർ അമ്മയുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനാണ്. കാര്യം ഇവർക്ക് മറ്റാർക്കും ഇല്ലാത്ത വേറൊരു കമ്മ്യൂണിക്കേഷൻ കോഡ് കിട്ടുന്നതാണ്. എന്താണ്? കൃപാസന മാതാവ് ഒത്തിരി പേര് ഒരു 4-5 പേര് ഈ ഇത്രയും വർഷത്തിനുള്ളിൽ 4-5 പേരെ സാക്ഷ്യം വന്ന് അമ്മ വരുമ്പോൾ, കൃപാസന മാതാവ് വരുമ്പോൾ വെള്ളത്തിൻ്റെ തിരച്ചിൽ കേൾക്കാവുന്ന. അതിപ്പോൾ റിൻസി ജോസഫ് മാത്രമല്ല, വേറെ ഒത്തിരി പേര്, ഒരു 3-4 പേര് പറഞ്ഞിട്ടുണ്ട് സ്വപ്നത്തിൽ വെള്ളം തിരഞ്ഞു വരുന്നത് കാണാം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ തിരച്ചിലിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുമെന്ന്. അത് ഭയങ്കര സംവേദനമാണ്. ആൾക്കാർ പറയുന്ന അനുഭവങ്ങളാണ്. എനിക്ക് തോന്നുന്നത് കൃപാസനം മാതാവിന് ഞാൻ 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ കണ്ടതാണ്. പക്ഷേ ഈ ആൾക്കാർ ഇന്ന് ആയിരങ്ങൾ എന്നേക്കാൾ വ്യക്തമായിട്ടാണ് അമ്മയെ കാണുന്നതും അമ്മയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ. അത് ഉടമ്പടിയുടെ ഒരു ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. എന്താ കാര്യം? ഞാൻ കണ്ടതുപോലെ ഇന്ന് ആൾക്കാർ അമ്മയെ നേരിട്ട് കാണുകയും ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിൽ അമ്മ അവരുടെ മേൽ ഇടപെടുകയും ചെയ്യണം. അമ്മയെ കണ്ട ദിവസം 15 അവരുടെ പീരീഡ്സ് എല്ലാം ഇറഗുലർ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോൾ ആഘോഷം കഴിഞ്ഞിട്ട് കുഞ്ഞിനൊക്കെ വീണ്ടും ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കണതിന് മുമ്പ് തന്നെ പീരീഡ്സ് എല്ലാം ഇറഗുലറായിപ്പോയി. 15-ാം പക്കം പീരീഡ്സ് വരികയാണ്. ആ ഒരു സമയത്ത് അപ്പോൾ കുഞ്ഞിനെക്കുറിച്ചുള്ള ആഗ്രഹം പോലും കെട്ടുപോണ ഒരു അവസ്ഥയാണ് ഈ പീരീഡ്സ് ഇങ്ങനെ ഇറഗുലറായിട്ട് വരണത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് കൃപാസന മാതാവിൻ്റെ വെള്ളത്തിൻ്റെ തിരച്ചിൽ കേൾക്കണം ഇവള്. അപ്പോൾ ഇത് അമ്മ വരുന്നതാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ അന്ന് പിറ്റേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആവും. അതാണ് അത്രയും സ്പീഡാണ് സംഭവം. 4ാമത്തെ കുഞ്ഞ്. ഇനി 4ാമത്തെ കുഞ്ഞിന് അമ്മ കൊടുക്കണമെന്ന്. അതോടുകൂടി ഇവർ കൊണ്ടുപോയി ഒരു 2-3 മാസം 4 മാസം കഴിയുമ്പോൾ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകും. സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ സ്കാനിങ് റൂമിൽ നിന്ന് പറയും, ഇന്ന് സ്പൈനൽ കോഡ് കാണാനില്ലെന്ന് പറയും, ഇത് പെൺകുഞ്ഞാകാനാണ് സാധ്യത എന്ന് പറയും. ഒരു ആൺകുഞ്ഞിനെ അവർ ചോദിച്ചത്. അപ്പോൾ അപ്പോൾ സ്പൈനൽ കോഡ് കാണാനില്ല, ഇത് പെൺകുഞ്ഞാണെന്ന് ആകാനാണ് സാധ്യതയെന്ന് ഡോക്ടർ പറയും. അപ്പോഴും റിൻസി പറയും, ഞാനൊന്ന് പതറിപ്പോയെന്ന് പറയും. ഈ സാധനം എലിമിനേറ്റ് ചെയ്യാൻ, ഈ കണ്ടൻറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഒരു ഉടമ്പടി പെർഫെക്റ്റ് ഉടമ്പടിയിൽ ഉള്ള ആൾക്കാരെ ഈ ജോസഫ് ഗ്രിഗരിയെ പോലെയാണ്. അവിടെ പതർച്ചൊന്നുമില്ല, നേരെ പോവുകയാണ്. കാര്യം എന്താണ്? ഞങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളതിനെക്കുറിച്ച് അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ ഒരു റിൻസി ജോസഫിന് 90% ബോധ്യമാണ് ഉള്ളത്. 90% ബോധ്യമുണ്ട്. നിങ്ങൾക്കൊക്കെ മിക്കവാറും 60%, 40% ബോധ്യം ഉണ്ടാകത്തുള്ളൂ. അതാണ് ഈ ധ്യാനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ലെവൽ വർദ്ധിപ്പിക്കണം. അതിനാണ് ഞാൻ നിങ്ങളെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. ഇതിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കണം ഉടമ്പടിയുടെ. ഇപ്പം റിൻസി ഒരു 90% ഓക്കെയാണ് ഉടമ്പടിയിൽ. പക്ഷേ ഈ 2 സമയത്ത് ഇവൾക്കൊരു പതർച്ച വരുന്നുണ്ട്. ഒന്നെന്താണ്? ആദ്യത്തെ കുഞ്ഞ് അബോർഷനായപ്പോഴും, രണ്ടാമത്തെ ആൺകുഞ്ഞ് പെൺകുഞ്ഞാണെന്ന് ഡോക്ടർ വിളിച്ച് പറഞ്ഞപ്പോഴും, അതിൻ്റെ സ്പൈനൽ കോഡ് കാണാതെ വന്നപ്പോഴും പതറിപ്പോയി. പക്ഷെ പതറിപ്പോയെങ്കിലും പ്രാർത്ഥന തീവ്രമാക്കുകയും ഉടമ്പടിയുടെ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരണ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയെന്ന് വിളിച്ച് അപ്പോൾ ഇത് പതറിപ്പോയിട്ട് പിന്നെ ഉടനെ വിളിക്കണത് അമ്മയെന്നാണ് വിളിക്കണത്. കാര്യം അമ്മയെന്ന് വിളിച്ചാൽ കൃപാസന മാതാവെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാര്യം അവളുടെ പ്രസവങ്ങൾക്കൊന്നും അമ്മമാർ ഇത്രയും അകലെയൊക്കെ ആയത് കാരണം അമ്മമാരുടെ സാന്നിധ്യം ചിലപ്പോൾ കിട്ടിക്കാണത്തില്ലായിരിക്കും. ഇവർക്കൊരു റിലേഷൻ ഉള്ളത് കൃപാസന മാതാവുമായിട്ടാണ്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ ഇവർ വിളിക്കണത് കൃപാസന മാതാവ് എന്നാണ് വിളിക്കണത്. അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മേ, കുഞ്ഞിന് സ്പൈനൽ കോഡ് കാണുന്നില്ല എന്ന് കാണുന്നില്ല പറയണല്ലോ, ഇത് പെൺകുഞ്ഞാണോ എന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ തന്നെ ആ സെക്കൻഡിന് ആ കർട്ടനൊക്കെ എല്ലാം ചാരനിറമായി മാറും. അവിടുത്തെ കർട്ടനെല്ലാം സിൽവർ ഗ്രേ, കസേര സിൽവർ ഗ്രേ, അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ വസ്തുക്കളും സിൽവർ ഗ്രേ ആയിട്ട് മാറും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും അമ്മ നേരിട്ട് ലാബ് റൂമിൽ വന്നെന്ന്. ഇത് ഭയങ്കര വല്ലാത്ത സാക്ഷ്യമാണ്. എന്നുവെച്ചാൽ നേരിട്ട് വന്ന് ആ സെക്കൻഡ് ഡോക്ടർ വിളിക്കും, നോ ദിസ് ഈസ് മെയിൽ ചൈൽഡ് എന്ന് പറയും. ഈ കുട്ടി ആൺകുട്ടിയാണെന്ന്.
ഇതാണ് ഈ പുതിയ കാലത്തിൻ്റെ ഉടമ്പടിയിലുണ്ടാകുന്ന ഒരു വലിയ ഗ്രോത്ത് എന്ന് പറയണത്. നിങ്ങളിപ്പോഴും ഇനി താഴ്വാരങ്ങൾ തന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. മക്കൾ ഈ ഉടമ്പടി മല കയറണം, ഇതിൻ്റെ സത്യസന്ധതയോടെ കയറണം. നിങ്ങളുടെ ജപ്തി നടപടി, അതുപോലെ തന്നെ ജയിലിൽ നിന്ന് ആൾക്കാരെ ഇറക്കൽ, പറമ്പ് വിൽക്കൽ, ഇങ്ങനെയുള്ള കാര്യത്തിൽ കടിച്ചു നോക്കി കിടക്കാതെ ഉടമ്പടി എന്തിന്? ഉടമ്പടി ആത്മബന്ധത്തിന്, ദൈവവുമായി ആത്മബന്ധത്തിലാകാം. ബാക്കിയുള്ള കാര്യങ്ങൾ ആര് ചെയ്യണതാണ്? നമുക്കറിയാം. ഫീമെയിലാണെന്ന് പറഞ്ഞതിന് പെട്ടെന്ന് അമ്മ തന്നെ നേരിട്ട് വന്നിട്ട് മെയിലാക്കുകയാണ് അവിടെ. അതാണ് വിഷയം എന്ന് പറയണത്. അപ്പം ദൈവത്തിൻ്റെ അതാണ് ഈ അമ്മയ്ക്കിത് എവിടുന്ന്, അമ്മയാണിത് പഠിച്ചത് ആദ്യം. എന്താണ് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് അമ്മ പറയുമ്പോൾ മാലാഖ എന്താ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അതാണ് വിഷയം. ഇപ്പോൾ ഉടമ്പടിയിലാണ് നമ്മളിത് മനസ്സിലാക്കണത്. ഉടമ്പടിയിലാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് മനസ്സിലാക്കണത്. അപ്പോൾ അസാധ്യമല്ലാത്ത ദൈവവുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കണമെങ്കിൽ, എൻ്റെ മക്കൾ ഉടമ്പടി ദൈവമായിട്ട് ആണ് ചെയ്തിരിക്കണതെങ്കിൽ ഉടമ്പടി കറക്റ്റാണോ, ഉടമ്പടി സത്യമാണോ, ഉടമ്പടി ദൈവത്തിൻ്റെ ആത്മബന്ധത്തിന് വേണ്ടിയാണോ എന്ന് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ മക്കൾ ദൈവമായിട്ട് ആത്മബന്ധത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉടമ്പടി പുരോഗമിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താടുകളഞ്ഞിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ം തീയതി 2004 ഡിസംബർ 7-ം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി
പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ